മന്ത്രിസഭാ യോഗം ഇന്നും ചേരുന്നുണ്ട്. രാത്രി 7 മണിക്കാണ് ഇന്ന് ആ യോഗം. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ കുറച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആർ ശ്രീജിത്ത് മന്ത്രിസഭാ യോഗത്തിന് വിശദാംശങ്ങൾ നൽകാൻ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ശ്രീജിത്ത്. SKN, ഗുഡ് മോർണിംഗ്. നാളെ മുതലുള്ള ഏത് ദിവസവും കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്ന സൂചനയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പരമാവധി ജനപ്രിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള തിടുക്കത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുന്നത്. രാത്രി 7 മണിക്കാണ് ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇന്നലെ ധാരാളം അജണ്ടകൾ പരിഗണിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ജനപ്രിയമായ പല തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തിയതാണ്. നിലവിൽ 10 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാര തുകയായി നൽകുന്നത്. അത് 4 ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിച്ച് 14 ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനമാണ് ഇന്നലെ മന്ത്രിസഭാ യോഗം എടുത്തത്. അതായത് 10 ലക്ഷം രൂപ വനം വകുപ്പിൽ നിന്നും 4 ലക്ഷം രൂപ SDRF നിന്നും നൽകുന്ന സ്കീമാണ് ഇപ്പോൾ അംഗീകരിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റ് അംഗവൈകല്യം വരുന്നവർക്കടക്കമുള്ള നഷ്ടപരിഹാര തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം ആഴ്ചയിൽ 5 ദിവസമായി കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇന്നലെ അത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഇന്നുകൊണ്ട് തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.